കഴിഞ്ഞ കൊല്ലം വരെ നികുതി അടച്ച ഭൂമിക്ക് ഈ കൊല്ലം മുതൽ നികുതി അടയ്ക്കാൻ കഴിയാതെ 35ഓളം കുടുംബങ്ങൾ. മലപ്പുറം, തിരൂർ, തലക്കാട് നിവാസികളാണ് ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത്. ഇവരുടെ ഭൂമി എനിമി പ്രോപ്പർട്ടി പട്ടികയിൽ ഉൾപ്പെട്ടതുകൊണ്ടാണ് നികുതി അടയ്ക്കാൻ കഴിയാതെ പോകുന്നത്. ഞങ്ങൾ 45 വർഷമായിട്ട് ഇവിടെ സ്ഥലം വാങ്ങിയിട്ട് വീട് വെച്ച് താമസിച്ച് വരികയാണ്. കഴിഞ്ഞ വർഷം വരെ നികുതി അടച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം നികുതി അടക്കാൻ ആദ്യം അക്ഷയയിൽ പോയി. അപ്പോൾ പറഞ്ഞ് ഇത് ബ്ലോക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വില്ലേജിൽ പോയപ്പോഴാണ് പറയുന്നത് ഇത് എനിമി പ്രോപ്പർട്ടിയാണ്, നികുതി അടക്കാൻ പറ്റൂല എന്ന്. അപ്പം ഞങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല. കാരണം ഞങ്ങൾ അത്ര ഇതല്ലേ, ഞങ്ങളെവിടെ ഈ ഇതിൽ പെട്ടവരൊക്കെ സാധാരണക്കാർ പാവപ്പെട്ടവരാണ്. എന്ത് ചെയ്യും, എങ്ങോട്ട് പോകുമെന്ന് ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല. അനീറ്റ, മറ്റൊരു വാർത്തയിലേക്ക്. ഇപ്പോൾ എസ് ശ്രീകാന്ത് ഒരു വിവരം അറിയിക്കുന്നുണ്ട്. അത് ENY കമ്പനിക്ക് അന്ന സെബാസ്റ്റ്യൻ അമ്മ കത്ത് നൽകിയെന്ന വാർത്ത വരുന്നുണ്ട്. ജോലി സമയം നിജപ്പെടുത്തണമെന്നാണ് കത്തിലെ ആവശ്യം. ഈ പറഞ്ഞ വാർത്തയിൽ സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്ന വിശദാംശങ്ങളുമായി. പറയൂ സമീർ. SKN മലപ്പുറം ജില്ലയിലെ തിരൂർ, തലക്കാട് ഭാഗത്ത് താമസിക്കുന്ന 35ഓളം കുടുംബങ്ങളാണ് ഈ നികുതി അടക്കാൻ കഴിയാതെ വളരെ പ്രയാസം അനുഭവിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ നികുതി അടച്ചിരുന്ന കുടുംബങ്ങളാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഈ നികുതി അടക്കാൻ പോയ സമയത്ത് ഇവരോട് റവന്യൂ അധികൃതർ പറഞ്ഞത്, നിങ്ങൾ നിലവിൽ ഇനി നികുതി അടക്കാൻ കഴിയില്ല, കാരണം നിങ്ങളുടെ ഭൂമിയെല്ലാം തന്നെ എനിമി പ്രോപ്പർട്ടി പട്ടികയിൽ ഉൾപ്പെട്ട ഭൂമിയാണ്, അതുകൊണ്ട് നികുതി അടക്കാൻ കഴിയില്ല എന്നതാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ അന്വേഷണത്തിലാണ് മനസ്സിലാക്കാനായത്, എനിമി പ്രോപ്പർട്ടി എന്നാൽ ഈ ഇന്ത്യ വിഭജന കാലത്ത് പാകിസ്ഥാനിലേക്ക് പോവുകയും അവരുടെ പേരിൽ ഉണ്ടായിരുന്ന ഭൂമിയാണ് എനിമി പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്, നിലവിൽ തലക്കാട് ഭാഗത്ത് താമസിക്കുന്ന ആർക്കും പാകിസ്ഥാനുമായോ അല്ലെങ്കിൽ അങ്ങോട്ട് പോയവരുമായോ യാതൊരുവിധ ബന്ധവുമില്ല എന്നതാണ്. മാത്രമല്ല, ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ ഭൂമി വാങ്ങിയത് പ്രദേശത്തെ തന്നെ ആളുകളിൽ നിന്നും മാത്രമാണെന്നതാണ്. പിന്നീട് എങ്ങനെയാണ് ഇവരുടെ ഭൂമി എനിമി പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടത് എന്നതാണ് ഉയരുന്ന ഒരു ചോദ്യം. ഏതായാലും ഇതിൽ പാവപ്പെട്ട വളരെയേറെ കുടുംബങ്ങളുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 40-50 വർഷത്തോളമായി ഇവിടെ താമസിച്ചു വരുന്ന കുടുംബങ്ങളുണ്ട്. ഇവർക്കൊന്നും തന്നെ ഇതുവരെ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നതാണ്. കഴിഞ്ഞ വർഷം വരെ ഈ ഭൂമിയുടെ നികുതി ഇവർ അടക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് തങ്ങളുടെ ഭൂമി ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടത്, അതോടൊപ്പം തന്നെ തങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് തങ്ങൾ എന്തിനു അനുഭവിക്കണം എന്നതാണ് ഇവർ ഉയർത്തുന്ന ഒരു ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അംഗം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരെ പരാതിയുമായി സമീപിച്ചിരുന്നെങ്കിലും അനുകൂലമായ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് കുടുംബം ഉയർത്തുന്ന ഒരു പരാതി എന്നതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തണമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. ഓക്കെ, നമുക്കൊപ്പം ചേർന്നത് സമീർ ബിൻ കരീം.